ഒരു സർവീസ് ബിസിനസ് അഥവാ കസ്റ്റമേഴ്സിന് ഒരു 6 മാസത്തേക്ക് സർവീസ് കൊടുക്കുന്ന ബിസിനസ് ആയിരിക്കാം, ഒരു കൊല്ലത്തേക്ക് സർവീസ് കൊടുക്കുന്ന ഒരു ബിസിനസ് ആയിരിക്കാം. അഥവാ അത്തരത്തിലുള്ള ഒരു ബിസിനസ്സിലോട്ട് ഒരു കസ്റ്റമർ വന്നു. ആ കസ്റ്റമർ വരുമ്പോഴുള്ള ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടല്ലോ, അത് ബെസ്റ്റ് ആക്കുക. അതിനാണ് കസ്റ്റമർ ഓൺബോർഡിംഗ് എന്ന് പറയുന്നത്. അഥവാ അത് ബെസ്റ്റ് ആവണില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സർവീസ് തീരുന്നത് വരെ ആ ഒരു കസ്റ്റമർ ആ ബിസിനസ്സിൽ എൻഗേജ് ചെയ്യുന്നതിൽ സംശയമായിരിക്കും. അപ്പോൾ ഗ്രോത്ത് മാർക്കറ്റിംഗ് ഡേ 27 കസ്റ്റമർ ഓൺബോർഡിംഗ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. അഥവാ ഒരു കസ്റ്റമർ നമ്മളെ ബിസിനസ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കസ്റ്റമർ ഓൺബോർഡിംഗ്. അഥവാ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ ഒരു അക്കാദമി ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത ഇനീഷ്യൽ സ്റ്റേജിൽ അവനക്ക് എല്ലാവിധ സപ്പോർട്ടും ക്ലാരിറ്റിയും പിന്നെ അവനക്കുള്ള മോട്ടിവേഷനും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോസസ്സൊക്കെ ഓൺബോർഡിംഗ് ആയിട്ട് കണക്കൂട്ടാം. ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ എൻക്വയറി ചെയ്യുന്നു, അവർക്ക് പ്രൊഫഷണലായിട്ട് റിപ്ലൈ കൊടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ അവർ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ അവരോട് പറയുന്നു. സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗൈഡിനെ വെക്കുന്നു. പിന്നെ ലോൺ ഓപ്ഷൻസിനും മറ്റുള്ള കാര്യങ്ങളെല്ലാം സർവ്വ ഡീറ്റെയിൽസും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിൻ്റെ ഓൺബോർഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ എൻക്വയറി ചെയ്യുന്നു, ഒരു ഇൻട്രോ മീറ്റിംഗ് വെക്കുന്നു. അതിലൂടെ അവരുടെ ബിസിനസ് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നു. അതിനനുസരിച്ച് സ്ട്രാറ്റജി പ്ലാനിങ് റെഡിയാക്കി വെക്കുന്നു. പിന്നെ ഒരു മാർക്കറ്റ് പ്ലാൻ റെഡിയാക്കി വെക്കുന്നു. പിന്നെ വീക്കിലി അവരായിട്ട് മീറ്റിംഗ് വെക്കുന്നു, അല്ലെങ്കിൽ വീക്കിലി റിപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓൺബോർഡിങ്ങിലുള്ള കാര്യങ്ങളാണ്.